മലയാളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ കേട്ടുവരുന്നൊരു പല്ലവിയാണ് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് സ്കീമാറ്റിക്സ് തീരുമാനിക്കുന്നത് കോണ്ടന്റ് ആണ് എന്നുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബോക്സ് ഓഫീസ് വാഴുന്നത് അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകളാണ്, അല്ലാതെ സൂപ്പർ താര ചിത്രങ്ങളല്ല. ഇത് ശരിക്കും പറയുന്നത് സൂപ്പർ താര വിരോധികളാണ്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡത്തിനോട് എതിർപ്പുള്ള ആളുകളൊക്കെയാണ്. മലയാളത്തിൽ തന്നെ പല കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ അനക്കമില്ലാതെ പോകുന്ന അവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് എടുത്തു പറയാനുള്ള 3 സിനിമകളുണ്ട്. ഗംഭീര പ്രതികരണം വന്ന സിനിമകൾ, കണ്ടിറങ്ങിയവരെല്ലാം ഗംഭീര അഭിപ്രായം പറയുന്നു. നല്ല സീസണിൽ റിലീസ് ചെയ്ത സിനിമകൾ, കാര്യമായി കോമ്പറ്റീഷൻ ഒന്നുമില്ലാതെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാൻ കഴിയുന്ന സിനിമകളായിരുന്നു. എന്നാൽ ആ സിനിമകൾക്കൊന്നും തന്നെ കാര്യമായി കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഇന്ന് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 68-70 കോടി വരെ കളക്ഷൻ എടുക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഇൻഡസ്ട്രിയാണ്. മലയാളത്തിൽ ഒന്നിലധികം സിനിമകളാണ് സിംഗിൾ ഡേയിൽ 40 കോടിക്ക് മുകളിൽ കളക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല റിപ്പോർട്ട് വന്ന സിനിമയ്ക്ക് 100 കോടിയോ അല്ലെങ്കിൽ 75 കോടിയോ ഒക്കെ അനായാസം നേടാൻ കഴിയുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഗംഭീര റിപ്പോർട്ട് ലഭിച്ച ചില സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതിലൊന്നായിരുന്നു എക്കോ, കിഷ്കിന്ധകാണ്ഡം ടീമിന്റെ ചിത്രം. ആസിഫ് അലി എന്ന നായകൻ മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്ക്രിപ്റ്റ് ബാഹുൽ രമേശ് ആയിരുന്നു, ദിൻജിത്ത് ആയിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിനിമ കണ്ടവരെല്ലാം തന്നെ ഗംഭീര റെസ്പോൺസ് ആണ് നൽകിയത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ആ സിനിമയ്ക്ക് 50 കോടി പോലും നേടാൻ കഴിഞ്ഞില്ല. ചിത്രം തിയേറ്ററിൽ വിജയമായി, പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയൊരു സംഖ്യയിലേക്ക് പോയില്ല. അതുപോലെയാണ് പിന്നീടെത്തിയ മോഹിനിയാട്ടം. ഗംഭീര പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ സിനിമ. വെക്കേഷൻ കാലത്ത് ഇറങ്ങിയ സിനിമ വിഷു വീക്കെൻഡിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സിനിമയ്ക്ക് 40 കോടിയോളം മാത്രമാണ് കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ ബാലൻ എന്ന ചിത്രം കണ്ടിറങ്ങിയവരെല്ലാം തൃപ്തരാണ്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ 50 കോടി പോലും ഈ സിനിമയിൽ നേടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതായത് കണ്ടന്റ് എത്ര കിടുവാണെങ്കിലും ആ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ സൂപ്പർ താര ചിത്രങ്ങളോളം കളക്ട് ചെയ്യാൻ കഴിയില്ല. ലാലേട്ടനോ മമ്മൂക്കയോ അല്ലെങ്കിൽ നിവിൻ പോളിയോ പൃഥ്വിരാജോ ഫഹദോ പോലെയുള്ള സൂപ്പർ താരങ്ങളോ ഒക്കെ ഭാഗമായി വരുന്ന സിനിമയ്ക്ക് നല്ല പ്രതികരണം ലഭിച്ചാൽ അവ വലിയ കളക്ഷനിലേക്ക് പോകും. എന്നാൽ ഇതിനൊരു അപവാദമായിട്ട് ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. അതായത് വാഴ 2, അതുപോലെ ലോക, അതുപോലെ 2018 മഞ്ഞുമൽ ബോയ്സ് എന്നിവയൊക്കെയാണ്. ഇവയിൽ 2018 എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും വൈകാരികമായി അതിജീവിച്ച ഒരു കാലത്തെക്കുറിച്ചുള്ള നല്ലൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് സാമാന്യം നല്ല കളക്ഷൻ എടുത്തത്. എന്നാൽ മഞ്ഞുമൽ ബോയ്സും വാഴയും അതുപോലെ ലോകയും ഒക്കെ യൂത്തിനെ നല്ല രീതിയിൽ തിയേറ്ററിലേക്ക് ആകർഷിച്ച ചിത്രങ്ങളാണ്. യൂത്തിനെ ആകർഷിക്കുന്ന ചിത്രങ്ങൾ എക്കാലത്തും വലിയ കളക്ഷൻ നേടും. അതൊരു വൺ ടൈം വണ്ടർ പോലെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഒരു കാലത്ത് അനിയത്തി പ്രാവ് ഉണ്ടായിരുന്നു, പിന്നീട് പ്രേമം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇടക്കാലത്ത് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതൊന്നും സൂപ്പർ സ്റ്റാർഡത്തിന് മുകളിലേക്ക് പോകുന്നതല്ല. ബോക്സ് ഓഫീസിൽ സൂപ്പർ സ്റ്റാർഡം കഴിഞ്ഞ് തന്നെ കണ്ടന്റ് വരികയുള്ളൂ. ഒരു സൂപ്പർ താരത്തെ സാമാന്യം ഭേദപ്പെട്ട ഒരു ക്വാളിറ്റിയുള്ള ഒരു സിനിമയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്താൽ അത് വലിയ ഹിറ്റായി മാറും. ലാലേട്ടനെയും മമ്മൂക്കയും ഒക്കെ അത്തരം സിനിമകൾ നിരവധിയുണ്ട്. മമ്മൂക്കയുടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, റോഷാക്ക് ആണെങ്കിലും അതുപോലെ ഭ്രമയുഗമാണെങ്കിലും ഒക്കെ പുതിയ കണ്ടന്റ് ഉള്ള സിനിമകളായിരുന്നു, വ്യത്യസ്തമാർന്ന സിനിമകളായിരുന്നു. എന്നാൽ ആ സിനിമകളെക്കാളൊക്കെ കൂടുതൽ കളക്ഷൻ നേടിയത് മമ്മൂട്ടി എന്ന താരത്തെ ഉപയോഗിച്ച ഭീഷ്മപർവമാണ്. അതുപോലെയാണ് ലാലേട്ടന്റെ കാര്യം. തുടരുമെന്ന സിനിമ നമ്മൾ കണ്ടുമടുത്ത പ്രതികാര കഥയാണ്. പക്ഷേ മോഹൻലാൽ എന്ന താരത്തെയും നടനെയും നന്നായി പ്രസന്റ് ചെയ്തു, ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി. പറഞ്ഞു വരുന്നത് മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിലായാലും ബോക്സ് ഓഫീസിൽ സൂപ്പർ സ്റ്റാർഡം എന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സൂപ്പർ സ്റ്റാർഡം തന്നെയാണ് രാജാവ്. കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കാം, പക്ഷേ ബോക്സ് ഓഫീസിൽ ഒരിക്കലും സൂപ്പർ സ്റ്റാർഡത്തിന്റെ ഇമ്പാക്ട് കണ്ടന്റ് ഡ്രിവൺ ചിത്രങ്ങൾക്ക് ഉണ്ടാവില്ല.